ക്ലാസ്സും +2വും കഴിഞ്ഞു. റിസൾട്ടും വന്നു. ഇനി എന്തു ചെയ്യും? പല അഭിപ്രായങ്ങളും. നീ അത് പഠിക്ക്, ഇത് പഠിക്ക്. അയ്യോ, വീട്ടുകാരുടെ ടോർച്ചറിങ്. ഇനിയാണെങ്കിലോ കുറച്ച് മാർക്ക് കൂടെ കുറഞ്ഞു പോയാൽ പറയേണ്ടതില്ല. നാട്ടുകാരുടെ ചോദ്യം വേറെയും. മാർക്ക് കുറവായതുകൊണ്ട് നിങ്ങളുടെ ജീവിതം പരാജയമായി എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ കുറെ പേരുണ്ടാകും. എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു കാര്യം ഉറപ്പിക്കാം. എന്താണെന്നല്ലേ? വിജയത്തിന് മാർക്ക് ഒരു അളവ് പോലൊന്നുമല്ല. ജീവിതത്തിലെ വിജയിച്ച ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് സ്കൂളിൽ അത്ര മികച്ച മാർക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. കഠിന പ്രയത്നം, ആഗ്രഹം, ജോലിയോടുള്ള പാഷൻ എന്നിവയാണ് അവർ വിജയിക്കാൻ കാരണം. നിങ്ങളുടെ കരിയർ ഉണ്ടല്ലോ, നിങ്ങളുടെ താല്പര്യത്തിലൂടെ മാത്രമായിരിക്കണം നിർമ്മിക്കേണ്ടത്. എന്താണ് നിങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ പാഷൻ? അതിനു വേണ്ടി പഠിച്ചാൽ പഠനം അനായാസമാകും. കരിയറിൽ പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അതിന് വേണ്ടത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് കഴിയുമെന്ന വിശ്വാസം ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റണം. അനേകം അവസരങ്ങൾ ഇന്നത്തെ ലോകത്ത് തുറന്നിരിക്കേണ്ടത്. ഒരു സ്കോർ കുറവായത് ഒരിക്കലും അവസാനമല്ല. 10ലോ +2ലോ കുറച്ച് മാർക്ക് കുറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിസ്സാരന്മാരാകരുത്. നമുക്ക് ഒന്നിച്ച് തന്നെ മുന്നേറാം. 2025 നിങ്ങൾക്ക് പല വഴികളുണ്ട്. പഴയ കാലം പോലെയൊന്നുമല്ല. ഇനി എന്ത് എന്ന ആശയം വേണ്ടേ വേണ്ട. ഇപ്പോൾ സ്കിൽസ്, പാഷൻ ഇവയെല്ലാമാണ് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് എന്ത് വേണമെന്നുള്ള നല്ലൊരു ഡിസിഷൻ എടുക്കുകയും നിങ്ങളുടെ കരിയർ നിങ്ങൾ ഇപ്പോൾ തന്നെ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും വേണം. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വെറുതെ നിങ്ങളുടെ സമയം വേസ്റ്റാക്കി കളയാനുള്ളതില്ല. കാരണം എന്താണ് നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എന്താവണം, നിങ്ങൾക്ക് ഇത്ര വർഷമാകുമ്പോഴേക്കിനും നിങ്ങൾക്ക് എന്താകണം എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ തീരുമാനിച്ച് അതിനനുസരിച്ചിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് ആവാൻ സാധിക്കുകയും ചെയ്യും. ദൈവം ആരെയും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. എല്ലാവർക്കും എന്തെങ്കിലും കഴിവ് ദൈവം തന്നിട്ടുണ്ടാവും. ഇനി മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങളുടെ കരിയർ സ്റ്റോപ്പായി എന്ന് വിചാരിക്കുകയേ ചെയ്യരുത്. നിങ്ങളുടെ കഴിവ് എന്താണ് എന്ന് കണ്ടെത്തി നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കൂ. ഹാവ് എ നൈസ് ഡേ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ.